ഹലോ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ പോകുന്ന മാളുകളിലും അതുപോലെ തന്നെ വലിയ ബിൽഡിങ്ങുകളിലും കാണുന്ന ചുവന്ന കളറിലുള്ള എക്സ്റ്റിംഗ്വിഷേഴ്സ്, ബോക്സസ്, അതുപോലെ തന്നെ സീലിംഗിൽ പിടിപ്പിച്ചിട്ടുള്ള സ്പ്രിംഗ്ലേഴ്സ് എന്നിവയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും ആരാണ് സർട്ടിഫൈ ചെയ്യുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? മൈസെൽഫ് അനീഷ്, മാനേജിംഗ് ഡയറക്ടർ ഓഫ് സേഫ്റ്റി. കഴിഞ്ഞ 20ലധികം വർഷങ്ങളായിട്ട് ഫയർ സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട് നിരവധി സ്ഥാപനങ്ങളുമായി അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം, പല സ്ഥാപനങ്ങളിലും ഫയർ സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഫയർ ഉണ്ടായപ്പോൾ അവയൊന്നും തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ഞങ്ങൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ കാരണം ഈ പറഞ്ഞ എക്യുപ്മെൻറ്റ്സിൻ്റെ ക്വാളിറ്റി ഇല്ലായ്മയും, രണ്ടാമത്തത് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ള വിധം എംപ്ലോയീസിന് അറിയാതിരുന്നതും, മൂന്നാമത്തെ കാരണം ഇതൊക്കെ പ്രോപ്പർ മെയിൻ്റെനൻസ് ചെയ്യേണ്ട സംവിധാനങ്ങളാണ്. ഇതൊന്നും പ്രോപ്പർ മെയിൻ്റെനൻസ് ഇല്ലാതിരുന്നതുമാണ് ഇത് സമയത്ത് വർക്ക് ചെയ്യാണ്ടിരുന്നതിൻ്റെ കാരണം. ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് സേഫ്റ്റിക്കിൽ നിന്നും പുറത്തു പോകുന്ന ഓരോ പ്രോഡക്റ്റിനും അതുപോലെ തന്നെ സർവീസിനും വേണ്ട പ്രോപ്പർ റെക്കോർഡ്സും അതുപോലെ തന്നെ മെയിൻ്റെനൻസ് ഷെഡ്യൂളും ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള വിധം അവിടുത്തെ എംപ്ലോയീസിനെയും ആ ഓണറിനെയും പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഫയർ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഇൻഷുർ ചെയ്യുന്നു. അതുവഴി കസ്റ്റമറുടെ ഫയർ സേഫ്റ്റി എന്നുള്ള പ്രധാനപ്പെട്ട ചിന്ത മാറ്റിവെക്കുകയും അവർക്ക് ബിസിനസ്സിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും സേഫ്റ്റി സെലക്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കും. ഫയർ ഉണ്ടാവുന്നതിന് പ്രധാനമായിട്ടും 3 കാരണങ്ങൾ വേണം. ഒന്ന് വന്നിട്ട് കത്തുവാൻ സഹായിക്കുന്ന ഇന്ധനം, അതിനെ നമുക്ക് ഫ്യൂവൽ എന്ന് പറയുന്നു. രണ്ടാമത്തെ എന്ന് പറയുന്നത് കത്തുവാൻ സഹായിക്കുന്ന വാതകം, അത് ഓക്സിജനാണ്. മൂന്നാമത് പറഞ്ഞാൽ ഇത് ഹീറ്റ് അല്ലെങ്കിൽ സ്പാർക്ക് വേണം. ഈ 3 കാരണങ്ങൾ ഒരുമിക്കുന്ന ഒരു പോയിന്റിൽ മാത്രമേ നമുക്കൊരു ഫയർ ഉണ്ടാവത്തുള്ളൂ. ഇതിനെ നമുക്കൊരു ട്രയാങ്കിളിനോട് ഉപയോഗിക്കാം. നമുക്ക് ട്രയാങ്കിളിന് അറിയാം 3 വശങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു ഫയർ ഉണ്ടാവണമെങ്കിൽ പ്രധാനമായിട്ടും നമുക്ക് 3 കാരണങ്ങൾ വേണം. അതാണ് ഫ്യൂവൽ, ഓക്സിജൻ ആൻഡ് സ്പാർക്ക്. അപ്പോൾ ഒരു ഫയർ ഉണ്ടാകാണ്ടിരിക്കാൻ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ പറഞ്ഞ 3 കാരണങ്ങളും ഒരുമിച്ച് വരാതിരിക്കുക എന്നുള്ളതാണ് ഫയർ ഉണ്ടാവാണ്ടിരിക്കാൻ നമുക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് ഫയറിനെ നമുക്ക് ഫ്യൂവലിൻ്റെ ക്യാരക്ടേഴ്സ് അനുസരിച്ചിട്ട് പ്രധാനമായിട്ടും 4ആയിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്ന് വന്നിട്ട് സോളിഡ് ഫയർ, രണ്ടാമത്തത് ലിക്വിഡ് ഫയർ ആൻഡ് ഗേഷ്യസ് ഫയർ. ഈ സോളിഡ് ഫയർ എന്ന് പറയുന്നത് നമ്മുടെ കട്ടിയായിട്ടുള്ള മെറ്റീരിയൽസിൽ ഉണ്ടാകുന്ന ഫയർ, ലൈക്ക് വുഡ്, പേപ്പർ, ക്ലോത്ത്, പ്ലാസ്റ്റിക്സ് മുതലായ കട്ടിയായിട്ടുണ്ടാകുന്ന മെറ്റീരിയൽസിൽ ഉണ്ടാകുന്ന ഫയറിനെ ക്ലാസ് എ ഫയർ എന്ന് പറയുന്നു. രണ്ടാമത്തതാണ് ബി ടൈപ്പ് ഫയർ, അതായത് പെട്രോളിയം പോലെയുള്ള ദ്രാവകങ്ങളിൽ ഉണ്ടാകുന്ന ഫയർ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് സർഫസ് ഫയർ ആയിരിക്കും. ഇതിനെ ക്ലാസ് ബി ഫയർ എന്ന് പറയുന്നു. അടുത്തതാണ് LPG മുതലായ ഗ്യാസസിൽ ഉണ്ടാകുന്ന ഫയർ. അപ്പൊ പ്രധാനമായിട്ടും ഈ 3 ഫയറാണ് ഉണ്ടാകുന്നത്. പിന്നെ വേറൊരു ഫയറിന് നമുക്ക് പറഞ്ഞ് ഇലക്ട്രിക്കലി സ്റ്റാർട്ടഡ് ഫയർ എന്ന് പറയുന്നു. ഇലക്ട്രിക്കലി സ്റ്റാർട്ടഡ് ഫയർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സോഴ്സ് ഓഫ് ഫയർ മാത്രമാണ്. അതായത് നമ്മൾ പറഞ്ഞ ട്രയാങ്കിളിൽ ഒരു സ്പാർക്കിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ആ സ്പാർക്ക് ഏത് മെറ്റീരിയലായിട്ടാണ് വീഴുന്നത്? ഒന്നിലെ സോളിഡ് ആണെങ്കിൽ അത് A ക്ലാസ് ഫയർ ആയിട്ട് മാറുന്നു, ലിക്വിഡ് ആണെങ്കിൽ B ക്ലാസ് ആയിട്ട് മാറുന്നു, ഗ്യാസ് ആണെങ്കിൽ C ക്ലാസ് ആയിട്ട് മാറുന്നു. ഇനി അടുത്തതാണ് D ക്ലാസ് ഫയർ എന്ന് പറയുന്നത്. അതായത് മെറ്റാലിക് സോഡിയം പോലെയുള്ള മെറ്റൽസ് ഉണ്ടാകുന്ന ഫയർ. അത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ മാത്രം ഉണ്ടാകുന്ന ഫയറാണ്. അടുത്ത ഒരു ഫയറിന്റെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ F ക്ലാസ് ആണ്. അത് ഫാറ്റ്സ് ഫയർ. അതിനെ നമുക്ക് F ക്ലാസ് ഫയർ അല്ലെങ്കിൽ K ടൈപ്പ് ഫയർ എന്നും പറയുന്നു. ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ പലതരത്തിലുണ്ട്. അതിൻ്റെ ഏതൊക്കെ ടൈപ്പ് ഫയറിനാണ് ഉപയോഗിക്കേണ്ടത് അതിൻ്റെ അനുസരിച്ചിട്ടാണ് ഫയർ എക്സ്റ്റിംഗ്വിഷറിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് സോളിഡ് ഫയറിന് ഉപയോഗിക്കാൻ പറ്റുന്ന എക്സ്റ്റിംഗ്വിഷേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ലിക്വിഡ് ഫയറിന് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ സോളിഡിനും ലിക്വിഡിനും കൂടി ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാമെന്ന് പറഞ്ഞാൽ ഓരോ ഫയർ എക്സ്റ്റിംഗ്വിഷറിൻ്റെ ഇൻസ്ട്രക്ഷൻ ലേബലിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ABC അല്ലെങ്കിൽ ESF എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ഉണ്ടാവും. ഇത് നോക്കിയാണ് ഫയർ എക്സ്റ്റിംഗ്വിഷറിനെ നമുക്ക് പ്രധാനമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നത്. ഇപ്പോൾ പല രീതിയിലുള്ള എക്സ്റ്റിംഗ്വിഷേഴ്സ് ഉണ്ട്. അത് DCP, ഡ്രൈ കെമിക്കൽ പൗഡർ എന്നറിയപ്പെടുന്നു. വാട്ടർ ടൈപ്പ് എക്സ്റ്റിംഗ്വിഷർ ഉണ്ട്, ഫോം ടൈപ്പ് എക്സ്റ്റിംഗ്വിഷേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ക്ലീൻ ഏജന്റ് എക്സ്റ്റിംഗ്വിഷേഴ്സ് ഉണ്ട്, CO2 എക്സ്റ്റിംഗ്വിഷേഴ്സ് ഉണ്ട്, ABC മൾട്ടിപർപ്പസ് എക്സ്റ്റിംഗ്വിഷർ ഉണ്ട്, അതുപോലെ തന്നെ വാട്ടർ മിസ്റ്റ് എക്സ്റ്റിംഗ്വിഷർ ഉണ്ട്, ലിഥിയം അയൺ ബാറ്ററി എക്സ്റ്റിംഗ്വിഷേഴ്സ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ട സ്പെസിഫിക് റിക്വയർമെൻ്റ് അനുസരിച്ചിട്ടാണ് എക്സ്റ്റിംഗ്വിഷർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെറുതെ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ റെക്കമെൻഡ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ക്ലയൻറ്റിൻ്റെ സൈറ്റിൽ പോയിട്ട് അവരുടെ റിക്വയർമെൻറ്റ് സ്റ്റഡി ചെയ്തിട്ട് അവർക്ക് ഇപ്പോഴുള്ളതും ഭാവിയിലേക്ക് വരാൻ പറ്റുന്നതുമായ സകല റിക്വയർമെൻറ്റിനെയും മനസ്സിലാക്കിക്കൊണ്ടിട്ട് അതിനനുസരിച്ചിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള എക്സ്റ്റിംഗ്വിഷേഴ്സ് അവർക്ക് റെക്കമെൻഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്ന രീതി. അതിന് നമ്മൾ ഫയർ ഓഡിറ്റ് സർവേ എന്ന് പറയുന്നു. ഒരു കസ്റ്റമർ റിക്വയർമെൻറ്റ് അറിയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബ്ലൈൻഡായിട്ട് കൊട്ടേഷൻ കൊടുക്കാറില്ല. കഴിവതും ആ സൈറ്റിൽ പോയിട്ട് അവിടുത്തെ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കി അവിടുത്തെ റിക്വയർമെൻ്റ് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷമേ നമ്മൾ അവിടെ കൊട്ടേഷൻ കൊടുക്കാറുള്ളൂ. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോങ് എക്സ്റ്റിംഗ്വിഷർ റോങ് പ്ലേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഫയറിനേക്കാളും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എക്സാമ്പിൾ, ഒരു ഇലക്ട്രിക്കൽ പാനൽ ബോർഡിലായിട്ട്
വാട്ടർ ബേസ്ഡോ അല്ലെങ്കിൽ ഫോം ബേസ്ഡോ ആയിട്ടുള്ള എക്സ്റ്റിംഗ്വിഷേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഷോക്ക് അടിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടിട്ട് നമ്മൾ എല്ലാം പക്കയായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ കസ്റ്റമറിന് ഫയർ എക്സ്റ്റിംഗ്വിഷർ റെക്കമെൻഡ് ചെയ്യാറുള്ളൂ. ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ 2-3 കാര്യങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കാറുണ്ട്. ഒന്ന്, അതിൻ്റെ ഹൈറ്റ്. നമുക്ക് സാധാരണ ഒരാൾക്ക് എടുക്കാൻ പറ്റുന്ന ഭാഗത്തിലായിരിക്കണം ഫിക്സ് ചെയ്യേണ്ടത്. രണ്ടാമത്തത്, അത് നമുക്ക് വിസിബിൾ ആയിരിക്കണം. എവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഫയർ എക്സ്റ്റിംഗ്വിഷർ കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ വന്നിട്ട് അതിന് അങ്ങോട്ട് പോകാനുള്ള തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല. സപ്പോസ് ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ അവിടെ ഇരിക്കുന്നത് കാണാം, പക്ഷെ അങ്ങോട്ട് പോകുന്ന വഴിയിൽ നമുക്കൊരു ഒരു പാർട്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഞങ്ങളുടെ ടെക്നീഷ്യൻ സൈറ്റിൽ വന്ന് കറക്റ്റായിട്ട് അതിൻ്റെ കൺസേൺഡ് ആളായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഇൻസ്റ്റാൾ ചെയ്യുകയുള്ളൂ. ഇൻസ്റ്റലേഷന് ശേഷം അവിടെയുള്ള മുഴുവൻ സ്റ്റാഫിനെയും എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് ബോധവാന്മാരാക്കുകയും ഒരു ഫയർ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അവരെ പ്രതികരിക്കുന്ന രീതിയിൽ അവരെ സജ്ജരാക്കുകയും ചെയ്യും. ഫയർ എക്സ്റ്റിംഗ്വിഷറിന്റെ മെയിൻ്റനൻസിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാ ഫയർ എക്സ്റ്റിംഗ്വിഷറിനും അതിൻ്റെതായ ഷെൽഫ് ലൈഫ് ഉണ്ട്. ചില എക്സ്റ്റിംഗ്വിഷറിന് അത് 10 ഇയർ ആവാം, ചിലത് 15 ഇയർ ആവാം. ഈ പറഞ്ഞ 10 ഇയറോ അല്ലെ 15 ഇയേഴ്സോ കഴിഞ്ഞിട്ടുള്ള ഫയർ എക്സ്റ്റിംഗ്വിഷർ ഒരിക്കലും നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല ആസ് പെർ IS നോംസ് അനുസരിച്ചിട്ട്. ഇന്നിവിടെ കാണുന്ന പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 30-40 വർഷമായിട്ടുള്ള എക്സ്റ്റിംഗ്വിഷേഴ്സ് ഇവിടെ റീഫിൽ ചെയ്തിട്ടുണ്ട്. ഇത് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞതിൻ്റെ പ്രധാന കാരണം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഹൈ പ്രഷറിലിരിക്കുന്ന സിലിണ്ടറാണ്. ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ അനുസരിച്ചിട്ട് ഇതിനകത്ത് പല കൊറോഷൻസും ബാക്കിയുള്ള കാര്യങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എക്സ്റ്റേണലി നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെ വന്നിട്ട് കറക്റ്റായിട്ട് പെയിൻറ്റിംഗ് ഒക്കെ ഉണ്ടാവും. പല സ്ഥലത്ത് ഇപ്പോൾ റീസെൻ്റായിട്ട് പല ആക്സിഡൻസും ഫയർ എക്സ്റ്റിംഗ്വിഷർ പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് IS ചില നോംസ് പറയുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ നോംസ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഫയർ എക്സ്റ്റിംഗ്വിഷർ പൗഡർ ടൈപ്പ് അല്ലെങ്കിൽ ക്ലീൻ ഏജൻസ് CO2 മുതലായ എക്സ്റ്റിംഗ്വിഷർ എല്ലാ 5 ഇയർ കൂടുമ്പോൾ ഹൈഡ്രോ പ്രഷർ ടെസ്റ്റിന് വിധേയമാക്കിയിട്ട് മാത്രമേ റീഫില്ല് ചെയ്യാവുള്ളൂ. അങ്ങനെ ചെയ്യുന്ന എക്സ്റ്റിംഗ്വിഷർ മാത്രമേ നമുക്ക് നമ്മുടെ പ്രൊമൈസസ് സൂക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ സാധാരണ ഇവിടെ ചെയ്യുന്ന എല്ലാ വർഷവും ഫയർ എക്സ്റ്റിംഗ്വിഷർ റീഫില്ല് ചെയ്യണമെന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതനുസരിച്ചാണ് പല സ്ഥലത്തും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല. ഫയർ എക്സ്റ്റിംഗ്വിഷർ നല്ല ക്വാളിറ്റിയുള്ള ഫയർ എക്സ്റ്റിംഗ്വിഷർ ഈ പറയുന്ന കറക്റ്റായിട്ട് SP ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ കെമിക്കലിൻ്റെ കാലാവധി മിക്കതിന് ഇപ്പോൾ 5 ഇയർ ഒക്കെ തന്നെയാണ്. അപ്പോൾ ആ 5 ഇയറിന് വരെ നിങ്ങൾക്കൊരു മെയിൻ്റെനൻസിൻ്റെയും സത്യം പറഞ്ഞാൽ ആവശ്യമില്ല. ചില പീരിയോഡിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ പ്രഷർ ഗേജ് നോക്കുക, അതിൻ്റെ ഹോസിൽ മറ്റേ ഇൻസെക്ട്സ് വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ അത് നോക്കിയാൽ മാത്രം മതി. ഫയർ എക്സ്റ്റിംഗ്വിഷറിൻ്റെ മെയിൻ്റെനൻസിനെ സംബന്ധിച്ച് ഇന്ന് പല അബദ്ധധാരണകളുണ്ട്. എല്ലാ വർഷവും ഫയർ എക്സ്റ്റിംഗ്വിഷർ റീഫില്ല് ചെയ്താൽ മാത്രമേ അത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ള ധാരണ മൂലം പല കസ്റ്റമേഴ്സും എക്സ്റ്റിംഗ്വിഷേഴ്സ് എല്ലാ വർഷവും റീഫില്ലിങ്ങിന് വിടാറുണ്ട്. പക്ഷേ ഇതിനെ സംബന്ധിച്ച് IS 2190 എന്ന മാനുവലിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഓരോ എക്സ്റ്റിംഗ്വിഷറും എങ്ങനെയൊക്കെ റീഫില്ല് ചെയ്യണം, ഏതൊക്കെ ടൈം ഇൻ്റർവെല്ലിൽ റീഫില്ല് ചെയ്യണമെന്നതിനെ സംബന്ധിച്ച്. ഇതൊന്നും നോക്കാതെയാണ് പലരും ഫയർ എക്സ്റ്റിംഗ്വിഷർ റീഫില്ലിങ്ങിന് വിടുന്നത്. ഇതിനകത്ത് പറയുന്നുണ്ട് ഫോം ടൈപ്പും വാട്ടർ ടൈപ്പ് എക്സ്റ്റിംഗ്വിഷറിന് 3 വർഷം കൂടുമ്പോൾ SP ചെയ്യണമെന്നും, അതുപോലെ തന്നെ CO2 ക്ലീൻ ഏജന്റ് ആൻഡ് ABC എക്സ്റ്റിംഗ്വിഷറിന് 5 ഇയറിന് കൂടുമ്പോഴും SP ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഈ SP ചെയ്യുന്ന സമയത്ത് മാത്രം നമ്മളിത് ഇതിനകത്തുള്ള കണ്ടന്റ് മാറ്റിയാൽ മതി. സാധാരണ പോലെ എല്ലാ വർഷവും നമ്മൾ ഇതിൻ്റെ റീഫിൽ ചെയ്യേണ്ട ആവശ്യമില്ല. പ്രൊവൈഡഡ് നിങ്ങൾ പർച്ചേസ് ചെയ്യണ സമയത്ത് ഏറ്റവും നല്ല എക്സ്റ്റിംഗ്വിഷേഴ്സ് ഏറ്റവും നല്ല മാനുഫാക്ചറിൽ നിന്ന് വാങ്ങിച്ചു കഴിയുകയാണെങ്കിൽ ഓരോ എക്സ്റ്റിംഗ്വിഷറിനും അതിൻ്റെതായ ഷെൽഫ് ലൈഫ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ CO2-നാണെങ്കിൽ 15 വർഷമാണ് അതിൻ്റെ ഷെൽഫ് ലൈഫ്. അത് ആ ഷെൽഫ് ലൈഫ് കാലാവധിയിൽ 2 പ്രാവശ്യം മാത്രം നമുക്ക് അതിൻ്റെ ഗ്യാസ് മാറ്റി SP ചെയ്താൽ മതി. ABC എക്സ്റ്റിംഗ്വിഷറിലാണെങ്കിൽ അത് 1 പ്രാവശ്യം ചെയ്താൽ മാത്രം മതി. അതിൻ്റെ ഷെൽഫ് ലൈഫ് 10 ഇയർ ആണ്. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത് നിങ്ങൾ ക്വാളിറ്റി എക്സ്റ്റിംഗ്വിഷേഴ്സ് വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ മെയിൻ്റെനൻസിൻ്റെ ചിലവ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സാധാരണ എക്സ്റ്റിംഗ്വിഷർ ഇപ്പോൾ CO2-നെ സംബന്ധിച്ചാണെങ്കിൽ എല്ലാ 15 വർഷത്തിൽ 15 പ്രാവശ്യം റീഫിൽ ചെയ്യുന്നതിന് പകരം 2 പ്രാവശ്യം റീഫിൽ ചെയ്താൽ മതി. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇതിൻ്റെ ക്വാളിറ്റിയാണ്. ഈ ക്വാളിറ്റി ഇല്ലാത്ത എക്സ്റ്റിംഗ്വിഷർ നമ്മൾ വാങ്ങിച്ച് വെക്കുന്ന സമയത്ത് ഇത് ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഇത് വർക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റിയും കുറവായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല എക്സ്റ്റിംഗ്വിഷറിൻ്റെ ഏറ്റവും നല്ല പ്രൈസിങ്ങിൽ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും. 2 കോസ്റ്റ് ബേസും അതിൻ്റെ റിലയബിലിറ്റി ബേസിൽ. നാഷണൽ ബിൽഡിംഗ് കോഡ് പ്രകാരം നമ്മുടെ കെട്ടിടങ്ങളെ പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒരു ഫയർ ഫൈറ്റിംഗ് സംവിധാനം ഡിസൈൻ ചെയ്യുന്നത് ഈ കാറ്റഗറിക്ക് വേണ്ട കാര്യങ്ങൾ ആ മാനുവലിൽ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ഡിസൈൻ നിർവഹിക്കാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും കാരണവശാൽ ഇതിനകത്ത് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫയർ നോസ് എടുക്കാൻ പോകുമ്പോൾ
ഫയർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒബ്ജക്ഷൻസ് ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. എക്സാമ്പിൾ, ഒരു ബിസിനസ് ബിൽഡിങ്ങിന് വേണ്ട സംവിധാനങ്ങളല്ല ഒരു ഇൻഡസ്ട്രിയൽ ബിൽഡിങ്ങിന് വേണ്ടത്. അപ്പൊ ഈ പറഞ്ഞ സംവിധാനങ്ങൾ നമ്മൾ ഏർപ്പെടുത്തുമ്പോൾ വളരെ വ്യക്തതയോടും വളരെ അഗാധത്തിൽ പഠിച്ചതിന് ശേഷം മാത്രമേ ഇതിന്റെ ഡിസൈൻ നമ്മൾ നിർവഹിക്കാൻ പാടുള്ളൂ. ഈ സർവീസുകൾ വളരെ ഉത്തരവാദിത്തത്തോടുകൂടി ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. മിക്കപ്പോഴും ഒരു ഫയർ ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് പല വിലപ്പെട്ട ജീവനുകളും അതുപോലെ തന്നെ അസറ്റുകൾ നഷ്ടപ്പെടാറുണ്ട്. സേഫ്റ്റിക്കിന്റെ പരമപ്രധാനമായ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതോടൊപ്പം നല്ല പ്രോഡക്റ്റുകൾ സപ്ലൈ ചെയ്തുകൊണ്ട് ഈ പറയുന്ന ഫയർ എന്ന വിപത്തുകളിൽ നിന്നും സമൂഹത്തെ രക്ഷിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് സേഫ്റ്റി പ്രവർത്തിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്ട്സ് ആണെങ്കിലും ട്രെയിനിങ്സ് ആണെങ്കിലും AMCs ആണെങ്കിലും ഞങ്ങൾ ഉത്തരവാദിത്തത്തോടുകൂടി പ്രൊവൈഡ് ചെയ്യുന്നു. എന്താവശ്യമുണ്ടെങ്കിലും സേഫ്റ്റിക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്.